ഈസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം. എപ്പിസോഡ് 32. ശ്രീവിദ്യാദീക്ഷ. അടുത്ത വ്യാഴാഴ്ച ദിവസം ഭാഗീരഥിയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖിലേക്ക് പുറപ്പെട്ടു. ഭാഗീരഥിയുടെ മറ്റൊരു പേരാണ് ഗംഗ. പ്രാചീന ഭാരതത്തിലെ മഹാകാവ്യങ്ങളിൽ ഭാഗീരഥി നദിയുടെ പേര് ഭഗീരഥത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. ഭഗീരഥൻ ജനിച്ചത് സഗര രാജവംശത്തിലായിരുന്നു. ഗംഗയെ ഭൂമിയിലേക്ക് ആനയിച്ചത് ഉന്നത കുലജാതനായ ഭഗീരഥനായിരുന്നു. മുമ്പ് സ്വർഗത്തിലായിരുന്നു ഗംഗ. ആ കഥ ഇപ്രകാരമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന് പ്രായം വളരെ കുറവായിരുന്നു. പ്രതാപശാലിയായ സഗര മഹാരാജാവ് അനേകം യുദ്ധങ്ങൾ ചെയ്യുകയും എത്രയോ രാജ്യങ്ങൾ കീഴടക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു അശ്വമേധയാഗം നടത്തി. യാഗാശ്വത്തെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ വിടും. ഏതെങ്കിലും രാജ്യത്തെ രാജാവ് കുതിരയെ ബന്ധിക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ ജയിച്ചു വേണം കുതിരയെ സ്വന്തമാക്കേണ്ടത്. സഗരന്റെ യജ്ഞം വിജയകരമായി സമാപിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിശക്തനായി തീരുമെന്നും ഒടുവിൽ സ്വർഗം കൈയടക്കി തന്നെ അധികാരഭ്രഷ്ടനാക്കുമെന്നും സ്വർഗാധിപതിയായ ഇന്ദ്രൻ ശങ്കിച്ചു. ഇന്ദ്രൻ തൻ്റെ മായാശക്തി പ്രയോഗിച്ച് കുതിരയെ മോഷ്ടിച്ചു. എന്നിട്ട് കുതിരയെ കപില മഹാമുനിയുടെ ആശ്രമത്തിൽ ഒളിപ്പിച്ചു. സഗരന്റെ ശക്തരായ 60,000 പുത്രന്മാർ കുതിരയെ തേടി അലഞ്ഞു. ഒടുവിൽ അവർ കപില മുനിയുടെ ആശ്രമത്തിൽ കുതിരയെ കണ്ടെത്തി. അവർ മുനിയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് മുനി ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ബഹളം കേട്ട് ധ്യാനത്തിൽ നിന്നും ഉണർന്നു. അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽപ്പെട്ട് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഭസ്മമായി. പശ്ചാത്താപം പ്രകടിപ്പിച്ചതിനാൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട സഗരപുത്രൻ്റെ മകൻ അംശുമാൻ പിതൃ സഹോദരന്മാരുടെ മോക്ഷത്തിനു വേണ്ടി കഠോരമായ തപസ്സനുഷ്ഠിച്ചു. കപിലൻ രാജകുമാരനെ കുതിരയെയും കൊണ്ടുപോകാൻ അനുവദിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സ്വർഗത്തിലെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ഗംഗാജലം മരിച്ചവരുടെ ഭസ്മത്തെ സ്പർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടും. അംശുമാൻ കഠിനമായി പ്രയത്നിച്ചു. ഗംഗയെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഗംഗയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായ ദിലീപ മഹാരാജാവും ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പൗത്രനായ ഭഗീരഥൻ കഠോരമായ തപസ്സനുഷ്ഠിച്ച് ഗംഗയെ പ്രസാദിപ്പിച്ചു. ഗംഗ ഭൂമിയിലേക്ക് വരാൻ സമ്മതിച്ചു. പക്ഷേ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നു. ഗംഗയുടെ ശക്തമായ പ്രവാഹത്തെ താങ്ങാനുള്ള കഴിവ് ഭൂമിക്കില്ലായിരുന്നു. മാത്രവുമല്ല, ഒഴുക്കിൻ്റെ ആഘാതത്തിൽ ഭൂമി പിളർന്ന് പോകാനും സാധ്യതയുണ്ടായിരുന്നു. ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഭൂമിയെ രക്ഷിക്കാൻ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ. അത് മഹായോഗിയായ മഹേശ്വരനായ ശിവന്റെ ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പീഠം കൈലാസത്തിൽ ആയിരുന്നു. അതുകൊണ്ട് ഭഗീരഥൻ ശിവനെ അനുനയിപ്പിച്ചു. ഭഗീരഥന്റെ ഭക്തിയിൽ ശിവൻ പ്രീതനായി. അദ്ദേഹം ഗംഗയുടെ അതിശക്തമായ മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്തി ശിരസിൽ വഹിച്ചു കൊള്ളാമെന്നും ശിരസിൽ നിന്നും ഭൂമിയിലേക്ക് അതിൻ്റെ ശക്തി ലഘൂകരിച്ച് തൻ്റെ ജടയിലൂടെ ശാന്തമായി ഭൂമിയിലേക്ക് ഒഴുക്കാമെന്നും സമ്മതിച്ചു. ഗംഗയെ ഭൂമിയിലേക്ക് വരാൻ ഭഗീരഥൻ അനുനയിപ്പിച്ചതുകൊണ്ടാണ് ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് ലഭിച്ചത്. ഗംഗ ഭൂമിയിൽ ആദ്യം ഇറങ്ങിയത് ഗോമുഖത്തിൽ ആണെന്നും കരുതപ്പെടുന്നു. ഭൈരവഘാട്ടിലൂടെയും ഗംഗോത്രി ഗ്രാമത്തിലൂടെയും ആണ് ഭൂമിയിലേക്ക് പോകേണ്ടത്. ഗംഗോത്രി ഗ്രാമത്തിൽ ഗംഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു.
അവിടെ അനേകം ആശ്രമങ്ങളുണ്ട്. വേനൽക്കാലം മുഴുവൻ അസംഖ്യം സന്യാസിമാർ അവിടെ താമസിക്കുന്നു. ഗംഗോത്രിയിൽ അതിശക്തമായി പ്രവഹിച്ചു പതിച്ചതിനു ശേഷമാണ് ഗംഗ ഉത്തരകാശിയിൽ എത്തുന്നത്. ഗംഗോത്രിയിൽ നിന്നുകൊണ്ട് തിളങ്ങുന്ന സുദർശൻ കൊടുമുടി കാണാൻ കഴിയും. ഗംഗോത്രിയിൽ ഉദാസീൻ സന്യാസ വിഭാഗത്തിൻ്റെ ജ്ഞാന അഖാഡ എന്ന മഠത്തിൻ്റെ വക ഒരു കുടീരത്തിലാണ് ഞങ്ങൾ 2 ദിവസം തങ്ങിയത്. കുന്നിൽ നിന്നും താഴോട്ടിറങ്ങുമ്പോഴുള്ള നദിയുടെ ആരവം എന്നെ അത്യധികം ആകർഷിച്ചു. ഗംഗോത്രിയിൽ എത്തിച്ചേരാൻ 4 ദിവസം വേണ്ടി വന്നു. ഗംഗോത്രിയിലേക്ക് തിരക്കുന്നതിൻ്റെ തലേനാൾ രാത്രിയിൽ ധോണിയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്ന ബാബാജി പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വന്ധ്യ വയോധികനായ സന്യാസി ശാന്തിയോടെ ശരീരം വെടിഞ്ഞു. എന്തോ ചോദിക്കാനായി നാവ് ചലിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായി ഒന്നും ചോദിക്കരുത്. പിന്നീട് ഞങ്ങൾ ഗോമുഖിൽ നിന്നും ഉത്തരകാശിയിലേക്ക് മടങ്ങുകയായിരുന്നു. അന്നേരം ബാബാജി പറഞ്ഞു, നമ്മൾ ഗോമുഖിൽ നിന്നും തിരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ പ്രായം ചെന്ന പുണ്യാത്മാവായ സ്വാമി ലക്ഷ്മണപുരി ഇഹലോകവാസം വെടിഞ്ഞു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം തനിക്ക് ഇഷ്ടപ്പെട്ട പാറപ്പുറത്ത് ഇരുന്നു കൊണ്ട് സുസ്മരവദനായി ഗംഗയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉത്തരകാശിയിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറുടെ റിപ്പോർട്ടിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഗംഗോത്രിയിൽ നിന്നും ഗോമുഖിലേക്കും തപോവനത്തിലേക്കും തിരിച്ചു. വിശുദ്ധമായ ഗംഗോത്രി ഗ്രാമം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി അനുഭവപ്പെട്ടു. ഭാഗീരഥി നദിയുടെ മറുകരയിൽ ധാരാളം പ്രകൃതിദത്ത ഗുഹകൾ ഉണ്ടായിരുന്നു. 4 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ചീർപാസയിലെത്തി. ധാരാളം കാറ്റാടി മരങ്ങളുള്ള സ്ഥലമായിരുന്നു അത്. അവിടെ നിന്നുകൊണ്ട് വിദൂരതയിലുള്ള ഗംഗോത്രി ഹിമാനി, അതായത് ഗ്ലേസിയർ യുടെ തിളക്കം കാണാമായിരുന്നു. 1/2 മണിക്കൂർ വിശ്രമിച്ചു. കുതിർത്ത കടല തിന്ന് വെള്ളം കുടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. ആ പ്രദേശത്താകെ വൻ ചന്ദനമരത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോസായിലെത്തി. വൻ ചന്ദനമരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ പ്രദേശത്തിന് ഈ പേര് കിട്ടിയത്. ബോജ് ഭാഷയിൽ ഞങ്ങൾ ചുവന്ന വസ്ത്രം ധരിച്ച താന്ത്രികനായ സന്യാസിയുടെ ആതിഥ്യം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ബാബാജി സുപരിചിതനായിരുന്നു. അദ്ദേഹം ചപ്പാത്തിയും ദാളും ഇലക്കറിയും അടങ്ങിയ രുചികരമായ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അദ്ദേഹം ബാബാജിയോട് കുറച്ച് ദിവസം അവിടെ തങ്ങാൻ അഭ്യർത്ഥിച്ചു. ബാബാജിക്ക് ഗോമുഖിൽ തങ്ങാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. ഭോജ്പാസായിൽ നിന്നാൽ ഭാഗീരഥി കൊടുമുടികൾ കാണാം. കുറച്ചു കഴിഞ്ഞ് സമുദ്രനിരപ്പിൽ നിന്ന് 21,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗ കൊടുമുടിയുടെ പിരമിഡിൻ്റെ ആകൃതിയിലുള്ള ഭാഗം കണ്ടു. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഗോമുഖിലെത്തി. അവിടെ നിന്നുമുള്ള കാഴ്ചകൾ മനസ്സിനെ പരിഭ്രമിക്കുന്നവയായിരുന്നു. ഒരു പശുവിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിൽ മഞ്ഞുമൂടിയ മുമ്പോട്ട് ഉന്തി നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് ഗംഗാജലം ആവിർഭവിക്കുന്നത്. മുന്നോട്ട് ഉന്തി നിൽക്കുന്ന പ്രസ്തുത ഭാഗത്തിന് അപ്പുറത്താണ് ഗംഗോത്രി ഹിമാനി. അത് ഒരു 25 കിലോമീറ്റർ ദൂരം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഭാഗമാണ്. ഗംഗയിലൂടെ ഒഴുകുന്ന ജലത്തിൽ ഹിമപാളികൾ കാണാം. എവിടെ നോക്കിയാലും മഞ്ഞല്ലാതെ മറ്റൊന്നും ദൃശ്യമായിരുന്നില്ല. ആനന്ദാതിരേകത്താൽ ഞാൻ തുള്ളിച്ചാടുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തു. ബാബാജി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ശാന്തനാകൂ, നമുക്ക് പെട്ടെന്ന് നദിയിൽ ഒന്ന് മുങ്ങിക്കയറാം. ഒട്ടും തന്നെ സമയമെടുക്കാതെ ഒന്ന് മുങ്ങിയിട്ട് കരയിൽ കയറി. എത്രയും പെട്ടെന്ന് ശരീരത്തിലെ ജലം തുടച്ചു മാറ്റി. ഉടനെ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. വെയിലേറ്റ് ശരീരവും വസ്ത്രവും ഉണങ്ങി.
ഗോമുഖിനും തപോവനത്തിനുമിടയ്ക്ക് ഏതാനും ഗുഹകളുണ്ട്. അവയിലൊന്നിൽ ബാബാജിയുടെ സുഹൃത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തെ ദാദ, അതായത് സഹോദരൻ എന്ന് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ബംഗാളിയായ അദ്ദേഹം എല്ലാ വേനൽക്കാലത്തും അവിടെ തങ്ങിയിരുന്നു. അദ്ദേഹം കിഴുക്കാന്തുക്കായ ഗ്ലേസിയറിൻ്റെ ഇടതുഭാഗത്തു കൂടി കയറിയാണ് ഗുഹയിലേക്ക് പ്രവേശിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഗുഹയിൽ എത്താൻ അരമണിക്കൂർ സമയം വേണ്ടി വന്നിരുന്നു. ദാദാജി ഞങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അത് മഞ്ഞുമൂടിയ ജനവാസമില്ലാത്ത പ്രദേശമായിരുന്നിട്ടും അദ്ദേഹം എങ്ങനെയോ ധൂനി കത്തിച്ചു വച്ചിരുന്നു. ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ വച്ചിരുന്ന വലിയ പാറക്കഷ്ണങ്ങൾ ഭിത്തിയുടെ പ്രയോജനം ചെയ്തു. തറയിൽ നിരത്തിയിരുന്ന പലകകളാണ് കിടക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾക്ക് കമ്പിളി പുതപ്പുകളും തന്നു. ചോറും ഉരുളക്കിഴങ്ങും ആയിരുന്നു ഉച്ചയ്ക്കുള്ള ആഹാരം. ആ ഗുഹയിൽ രാത്രി കഴിച്ചുകൂട്ടി. ബാബാജിയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് ദാദാജി എന്നോട് പറഞ്ഞു. അദ്ദേഹം തുടർന്നു പറഞ്ഞു, ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് എന്നെ ശിഷ്യനാക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ മതി എന്നാണ്. പിറ്റേന്ന് ഞങ്ങൾ നടന്ന് തപോവനത്തിലേക്ക് പോയി. തപോവനത്തിൽ എത്താൻ 2 മണിക്കൂർ വേണ്ടി വന്നു. അവിടെ നിന്നുകൊണ്ട് ശിവലിംഗ കൊടുമുടി കാണാമായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളിൽ സൂര്യപ്രകാശം തട്ടി പ്രകാശിക്കുമ്പോൾ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കിയത് കണ്ടപ്പോൾ ചിത്രക്കുഴലിൻ കൂടി കാണുമ്പോഴത്തെ അനുഭവമാണ് ഉണ്ടായത്. വലതുഭാഗത്ത് ഭൃഗുബന്ധ്, മേരു എന്നീ കൊടുമുടികൾ കാണാമായിരുന്നു. ശിവലിംഗത്തിൻ്റെ ഇടതുഭാഗത്തായിരുന്നു മാനാപർവ്വതവും വളരെ പൊക്കമുള്ള കൈലാസ പർവ്വതവും കണ്ടത്. കിഴക്കുഭാഗത്തായിരുന്നു സുദർശന കൊടുമുടി. അരമണിക്കൂർ നടന്ന് ഞങ്ങൾ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്തെത്തി. കീഴ്പോട്ട് നോക്കിയാൽ ഗംഗോത്രി ഹിമാനി വ്യാപിച്ച് കിടക്കുന്നത് കാണാം. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഗംഗോത്രി ഹിമാനിയുടെയും കീർത്തി ഹിമാനിയുടെയും സംഗമ ഭൂമിയിലെത്തി. വലതുഭാഗത്തായി വളരെ അകലെയുള്ള കേദാർനാഥും ഇടതുഭാഗത്തായി സന്തോപന്തും കാണപ്പെട്ടു. പിന്നീട് ഞങ്ങൾ 5 ദിവസമാണ് ഗുഹയിൽ കഴിഞ്ഞത്. ദാദാജി ഒരാഴ്ചത്തേക്കുള്ള വ്യഞ്ജനങ്ങളും വിറകും സംഭരിച്ചു വച്ചിരിക്കാനുള്ള ദയവ് കാട്ടി. ഒരു ദിവസം ബാബാജി ദാദാജിയോട് പറഞ്ഞു, ദാദാ, നിങ്ങൾ നാളെ മധുവിന് ശ്രീവിദ്യാദീക്ഷ നൽകണം. ദാദാജി എതിർത്തുകൊണ്ട് പറഞ്ഞു, സർവദാ യോഗ്യനായ അങ്ങുള്ളപ്പോൾ അങ്ങ് തന്നെ ദീക്ഷ നൽകുന്നതല്ലേ നല്ലത്. ബാബാജി പറഞ്ഞു, അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി, അതിന് പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ട്. ദാദാജി സമ്മതിച്ചു. ലോപാമുദ്ര വിഭാഗത്തിൽപ്പെട്ട ശ്രീവിദ്യ എന്ന ഷോഡശാക്ഷരി ദീക്ഷ നൽകാൻ ദാദാജി തയ്യാറായി. 16 അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശ്രീവിദ്യാ മന്ത്രത്തെ ഷോഡശാക്ഷരി എന്ന് വിളിക്കുന്നത്. മന്ത്രം ആരംഭിക്കുന്നത് ഖ എന്ന അക്ഷരത്തിലാണ്. ദാദാജി പറഞ്ഞു, ക്രിയായോഗ നട്ടലിൻ്റെ മധ്യഭാഗത്തുള്ള പാത കുണ്ടലിനിയുടെ പ്രവാഹത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്നു. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ശബ്ദ സ്പന്ദനങ്ങൾ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്നും മസ്തിഷ്ക കേന്ദ്രത്തിലേക്കും നട്ടലിലേക്കും പ്രവഹിക്കാൻ സഹായിക്കുന്നു. ബാബാജി ശ്രീവിദ്യയിൽ പരാംഗതനാണ്. ഞാൻ ചക്രധർമ്മത്തിൻ്റെ സാങ്കേതികത്വമാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞാപ്രകാരം പറഞ്ഞു തരുന്നത്. പിറ്റേന്ന് ഞാൻ ബാബാജിയോട് ചോദിച്ചു, അങ്ങ് എൻ്റെ ഗുരുവാണ്. അങ്ങയിൽ നിന്നും പലതും നേടിക്കഴിഞ്ഞ എനിക്ക് മറ്റാരിൽ നിന്നും വിശേഷിച്ച് എന്തെങ്കിലും നേടാനാവുമോ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാബാജി പറഞ്ഞു, മോനെ, നീ പലവിധത്തിലുള്ള ആധ്യാത്മിക സാധകരെ കണ്ടുമുട്ടും. ആധ്യാത്മിക ഗുരുക്കൾ എന്ന അവകാശപ്പെടുന്നവരുമായും ഇടപഴകേണ്ടതായി വരും. അതിനാൽ ആധ്യാത്മിക വിഷയത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നീ അറിഞ്ഞിരിക്കണം. നിനക്ക് ഇതൊക്കെ അറിയാം, നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരരുത്.
ആധ്യാത്മിക വളർച്ചയ്ക്ക് സാധകൻ ശ്രീവിദ്യ അറിഞ്ഞിരിക്കണം. അത് നീ അറിയുന്നില്ലെങ്കിൽ പ്രയോജനം സിദ്ധിക്കുകയില്ലല്ലോ. പലതരം സിദ്ധാന്തങ്ങളും പലതരം പരിശീലനങ്ങളും ഉണ്ട്. അവയുടെ സഹായത്താൽ പല ആകൃതികളുള്ള വസ്തുക്കൾക്ക് രൂപം കൊടുക്കാനുള്ള ഒരു മൂശ ഉണ്ടാക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കണം, രൂപം കൊടുക്കപ്പെടുന്ന പദാർത്ഥത്തെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ മൂശയെ തട്ടിയുടയ്ക്കണം. അതുകൊണ്ട് മൂശ അത്യാവശ്യം തന്നെ. അതുപോലെ അതിനെ തച്ചുടയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. കാര്യം മനസ്സിലായോ? ബാബാജി, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, ഞാൻ വിനയപൂർവ്വം പറഞ്ഞു. ഗോമുഖിൽ നിന്നും ഞങ്ങൾ ഋഷികേശിലേക്ക് മടങ്ങി. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.